പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന മറ്റൊരു വിഷയമാണ് ഓരോ ദിവസവും നിയ്യത്തിന്റെ ആവശ്യമുണ്ടോന്ന്. അപ്പൊ നമ്മൾ റമദാനിൽ തുടങ്ങിയെന്ന് വിചാരിക്കുക. അപ്പൊ ആദ്യത്തെ ദിവസവും നോമ്പെടുക്കാൻ നിയ്യത്താക്കി. ഇനി രണ്ടാമത്തെ ദിവസവും ഇപ്പൊ നമ്മൾ ഫജറിന് മുന്നേ വീണ്ടും ഒരു നിയ്യത്ത് വെക്കണോ? നമ്മൾ പറഞ്ഞു ഫജറിന് മുന്നേ തന്നെ നിയ്യത്ത് വെക്കണം എന്ന് പറഞ്ഞു. അത് എല്ലാ ദിവസത്തിനായിട്ട്, അതായത് റമദാൻ മുഴുവനായിട്ട് ഒറ്റ നിയ്യത്ത് മതിയോ അതോ ഓരോ ദിവസത്തിനും നിയ്യത്ത് പ്രത്യേകമായിട്ട് വേണോ എന്നുള്ളതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇതിൽ ശരിയായിട്ടുള്ള അഭിപ്രായം എന്ന് പറയുന്നത് ഒറ്റ തുടർച്ചയായിട്ട് വരുന്ന ഇബാദത്തുകളിൽ തുടക്കത്തിൽ മാത്രം നിയ്യത്ത് മതി. തുടർച്ചയായിട്ട് വരുന്ന ഇബാദത്തുകളിൽ തുടക്കത്തിൽ മാത്രം നിയ്യത്ത് മതി. ഇതിപ്പോ എന്ന് പറഞ്ഞാൽ തച്ചാബു ആയിട്ട് വരുന്നതാണ്. ഇത് ഒന്നിന് പിറകെ മറ്റൊന്നായിട്ട് നമുക്കറിയാം 30 ദിവസം തുടർന്ന് വരുന്നതാണ്. അങ്ങനെയുള്ള ഒരു ഇബാദത്താണ് നോമ്പ്. അപ്പൊ എന്ത് ചെയ്താൽ മതി? ആദ്യത്തെ ദിവസത്തിൽ മാത്രം നിയ്യത്ത് ഉണ്ടായാൽ മതി. ഏത് അവസ്ഥയിൽ ഒഴിച്ച് ഒരു വ്യക്തിയുടെ നോമ്പ് മുറിഞ്ഞ്, ഒരു ഉദാഹരണത്തിന് ഒരു വ്യക്തി ഇപ്പൊ 10 നോമ്പ് എടുത്തതിന് ശേഷം യാത്ര ചെയ്യാണ്. അപ്പൊ എന്തായി? നോമ്പ് എടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. അപ്പോ പിന്നെ എന്ത് ചെയ്യണം? ഇപ്പൊ 11ാമത്തെ നോമ്പിന് യാത്ര ചെയ്ത് 12 വീണ്ടും പിടിക്കാൻ വിചാരിക്കുകയാണ് നിയ്യത്ത്. അപ്പൊ എന്ത് ചെയ്യണം? വീണ്ടും നിയ്യത്ത് വെക്കണം. ഇതാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹിന്റെ അഭിപ്രായം. അതുപോലെ തന്നെ ഇമാം അഹ്മദിനെ തൊട്ടിട്ട് ഒരു ഉദ്ധരണി വന്നിട്ടുണ്ട്. ഇതാണ് ഷെയ്ഖുൽ ഇസ്ലാം, അതുപോലെ തന്നെ ഇബ്നു ഉസൈമീൻ ഇവരൊക്കെ തിരഞ്ഞെടുത്തിട്ടുള്ള അഭിപ്രായം. ഷെയ്ഖ് ഉസൈമീൻ റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, ഇത് മുസ്ലിമുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഈ അവസ്ഥയിലായിരിക്കും, അധികം ആൾക്കാരും. കാരണം അവരൊക്കെ എന്താണ് ആദ്യമേ വിചാരിച്ചിട്ടുണ്ടാവും റമദാൻ മുഴുവനും നോമ്പെടുക്കണമെന്ന്. അപ്പൊ അതെന്താണ്? നിയ്യത്ത് മതിയാവുന്നതാണ്.